എന്റെ കർത്താവേ, അയ്യോ സുമൻ, അയ്യോ ചേച്ചി, ചേച്ചി ഒന്ന് ഓടിവാ ചേച്ചി. സുമ, സുമ, മോനെ സുമ, ചേച്ചി, ചേച്ചി, മോനെ സുമ, മോനെ സുമ, അയ്യോ ഡാ സുമ, ചേച്ചി മോൻ. അയ്യോ എന്റെ മോൻ സുമ, മോനെ സുമ, മോനെ, അയ്യോ എന്റെ പൊന്നു മോനെ, കണ്ണു തുറക്കടാ മോനെ. എടാ മോനെ, അമ്മയുടെ മോനൊന്ന് കണ്ണു തുറക്കടാ മോനെ, ഒന്ന് കണ്ണു തുറക്ക്. ജോണി, ഇവൻ എന്താ കണ്ണു തുറക്കാത്തത്? എന്റെ മോൻ എന്താ പറ്റിയത് ജോണി? മോനെ സുമ, മോനെ, മോനെ, അയ്യോ ജോണി മോനെ, എടാ കണ്ണു തുറക്കടാ. സുമ, നിനക്ക് എന്താ പറ്റിയത് മോനെ? മോനെ സുമ, മോനെ ഒന്ന് കണ്ണു തുറക്കടാ മോനെ, ഒന്ന് കണ്ണു തുറക്ക്. എന്റെ ദൈവം ജോണി, ഒന്ന് കണ്ണു തുറക്ക്. സുമ ഒന്ന് കണ്ണു തുറന്ന് നോക്കടാ മോനെ, കണ്ണു തുറക്ക് മോനെ. സുമ ഒന്ന് കണ്ണു തുറക്കടാ മോനെ, മോനെ ഒന്ന് കണ്ണു തുറന്ന് നോക്കടാ മോനെ. മോനെ ഒന്ന് അമ്മയെ നോക്കടാ മോനെ, 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 മോനെ. ജോണി കണ്ണു തുറന്നോവേ മോനെ. ജോണി മോനെ, മോനെ ഡാ മോനെ, കണ്ണു തുറക്ക് മോനെ. മോനെ ജോണി, പിടിക്കുക ചേച്ചി. ആദ്യം നമുക്ക് അവനെ പിടിച്ച് എഴുന്നേപ്പിച്ച് അകത്തോണ്ട് പോവാം, എന്നിട്ട് മെല്ലെ എല്ലാം ചോദിക്കാം. മോനെ എണീക്ക്, എണീക്ക്, പതുക്കെ പതിയെ പതിയെ പതുക്കെ പതുക്കെ പിടിച്ചു ജോണി, സൂക്ഷിച്ച്. വെള്ളം, വെള്ളം. ജോണി വെള്ളം എടുക്ക്. മോനെ കുടിച്ചോ. മോനെ, നിനക്കെന്താ പറ്റിയത്? നിന്നെ ആരാ പിടിച്ചോണ്ട് പോയത്? നീ എവിടെയായിരുന്നടാ ഇതുവരെ? നിന്നെ ഓർത്ത് കരയാത്ത ഒരു ദിവസം പോലും ഇല്ല, അറിയോ? നീ എങ്ങനെയാ മോനെ ഇവിടെ എത്തിയത്? ആരാ നിന്നെ രക്ഷപ്പെടുത്തിയത്? പറ മോനെ, എങ്ങനെ ഇതൊക്കെ സംഭവിച്ചത്? എനിക്കിപ്പോ ഒന്നും പറയാൻ വയ്യ മമ്മി. എനിക്കൊന്ന് കിടന്നാ മതി. ഏതായാലും സുമനിങ്ങ് വന്നല്ലോ, നമുക്ക് അത്രയും സമാധാനമായല്ലോ ചേച്ചി. ഇനിയെന്നാ അവൻ ഇത്തിരി നേരം ഒന്ന് കിടക്കട്ടെ. എനിക്ക് മോനെ, എന്താവശ്യമുണ്ടെങ്കിലും മോനെ അമ്മയെ വിളിക്കണം. അമ്മ ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. പാവം സുമൻ, ചേച്ചി അവന്റെ മുഖം കണ്ടു, ആകെ കരുവാളിച്ച് എന്തോ പോലായിട്ടുണ്ട്. നമുക്കവനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയല്ലോ ജോണി. ആകെ അവശനാവാൻ കണ്ടിട്ട് സഹിക്കുന്നില്ല എനിക്ക്. നമുക്ക് നോക്കാം ചേച്ചി, ഈ ക്ഷീണമൊക്കെ 1-2 ദിവസം കൊണ്ട് മാറിക്കോളൂന്നാ എനിക്ക് തോന്നുന്നത്. പാവം എവിടെയായിരുന്നുവെന്നോ എന്തൊക്കെ അനുഭവിച്ചു കാണുമെന്നോ ആർക്കറിയാം. അയ്യോ ചേച്ചി, ചേച്ചി വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. ഇത്രയും ദിവസം അവൻ അനുഭവിച്ചതൊക്കെയും എന്തായാലും നല്ല കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അതോർത്ത് പറഞ്ഞതാ ഞാൻ.
അതിൻ്റെയൊക്കെ വേദനയും അവശതയുമാണ് അവൻ്റെ മുഖത്തേക്ക് കാണുന്നതൊക്കെ. ഇനി അവനെ ഒരിക്കലും കാണാനാവില്ലെന്ന് നമ്മൾ കരുതിയ പോലെ അവനും കരുതി കാണൂലേ ജോണി? പാവ എൻ്റെ മോൻ ഇനി നമ്മളെന്ന് ഈ ജന്മത്തിൽ കാണില്ലെന്ന് ഓർത്ത് മാനസികമായിട്ട് അവൻ എന്ത് സങ്കടപ്പെട്ടിട്ടുണ്ടാവും. അതൊന്നും ഇനി ഓർത്ത് സങ്കടപ്പെടേണ്ട ചേച്ചി. അവനിങ് എത്തിയില്ലേ, അതുപോരെ. ഹോ, ഏതായാലും ആതിരമോൾ അമ്മുമ്മയും കൂടെ ഗുരുവായൂർ ഭജനമിരിക്കാൻ പോയത് ശരിക്കും ഫലം കണ്ടു അല്ലേ ചേച്ചി? അതെ, സത്യ. അയ്യോ, എന്നിട്ട് അവരെ ഒന്ന് വിളിച്ച് ഈ സന്തോഷ വാർത്ത പറയാൻ ഞാൻ ഓർത്തില്ലല്ലോ എൻ്റെ ദൈവമേ. എന്താ ചേച്ചി? സ്വിച്ച് ഓഫ് ആണെന്ന് തോന്നുന്നു, കിട്ടുന്നില്ല. സാരമില്ല, അവരിങ്ങോട്ട് വിളിക്കുമല്ലോ, അപ്പൊ പറയാം. ഇത് കേൾക്കുമ്പോൾ ആതിരയ്ക്ക് ഒത്തിരി സന്തോഷാവും. പാവം. കൺമുന്നിൽ കണ്ട തല്ലുകൂടുന്നവരാണെങ്കിലും ഏട്ടനെന്ന് പറഞ്ഞ അവൾക്ക് ജീവനാണെന്ന് സുമനില്ലാത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതെപ്പോഴും അങ്ങനെ തന്നെയാ. കണ്ണുള്ളപ്പോ അറിയില്ല അതിന്റെ വില. അല്ല, സുമൻ തിരിച്ചു വന്ന കാര്യം ആ എസ് ഐ വിളിച്ച് പറയണ്ടേ ജോണി? ആ, അത് നേരെ പറയണം. സത്യം പറഞ്ഞ അവൻ തിരിച്ചു വന്നു എന്ന് എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം രാത്രി സുമനെ ഞാൻ സ്വപ്നം കണ്ടു. അമ്മയാണോ? അമ്മേ? ആതിരയായിരിക്കും, ഉറങ്ങാനും സമ്മതിക്കില്ല. മോനെ സുമൻ, എന്റെ പൊന്നു മോനെ, എവിടെയായിരുന്നടാ നീ? എന്താ മോനെ നിനക്ക് പറ്റിയത്? നിന്നെ കാണാതെ അമ്മ എത്ര തീതുന്നു എന്നറിയാവോ? നിന്നെ ഓർത്ത് കരയാതെ ഒരു രാത്രി പോലും അമ്മ ഉറങ്ങിയിട്ടില്ല. മോനെ ഒന്ന് മിണ്ടു മോനെ, അമ്മ മോന്റെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ. എന്തായാലും വേണ്ടൂല, എന്റെ പൊന്നുമോനിങ്ങ് വന്നല്ലോ. അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ദേ, ഇനി ഒരിക്കലും അമ്മയുടെ കുട്ടനെ ഒരിടത്തും പോരുത് കേട്ടോ. അതുപോലെ ഏതു നിമിഷവും ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണരുമെന്നും ഈ കണ്ടതൊക്കെ വെറും സ്വപ്നമാണെന്ന് തിരിച്ചറിയുമെന്നും എനിക്കിപ്പോഴും പേടി തോന്നുക. ഇല്ല, ഇത് സ്വപ്നമൊന്നുമല്ല, യാഥാർത്ഥ്യം തന്നെയാ. അത് ചേച്ചി ധൈര്യമായിട്ട് വിശ്വസിക്കണം. എന്നാലും അവൻ എങ്ങനെയാ ജോണി ഈ പടിക്കൽ വരെ എത്തിയത്? രാത്രി ആരാ അവൻ ഇവിടെ കൊണ്ട് കിടത്തിയിട്ട് ഒരു വാക്കുപോലും പറയാതെ പോയത്? അതോർക്കുമ്പോഴാ എനിക്കും ഒരു എത്തും പിടിയും കിട്ടാത്തത്. ഏതിനും സുമൻ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഒന്ന് ഉഷാറാവട്ടെ, നമുക്ക് അവനോട് തന്നെ ചോദിക്കാമല്ലോ. ആരോടും ചോദിക്കണ്ട, എനിക്കറിയാം എന്റെ മോനെ ആരാണ് രക്ഷിച്ച് വീട് വരെ കൊണ്ടെത്തിച്ചെന്ന്. ആരാ? അത് ഗുരുവായൂരപ്പൻ തന്നെയാ, അല്ലാതെ വേറെ ആരുമല്ല. പാവം, വായിക്ക് രുചിയായിട്ട് എൻ്റെ മോൻ എന്തെങ്കിലും കഴിച്ചിട്ട് എത്ര ദിവസമായി കാണും. ഞാൻ ചെന്ന് അവൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കട്ടെ. ആ സമയം കൊണ്ട് നീ ആ എസ് ഐ വിളിച്ച് കാര്യം പറഞ്ഞേക്കും. ഞാനോ? ഇങ്ങനൊരു പേടിത്തൊണ്ട് ഒന്ന് വിളിച്ചു എന്ന് വെച്ച് അയാൾ എന്താ നിന്നെ പിടിച്ച് വിഴുങ്ങൂ? ദാ നമ്പർ ഇതിനകത്തുണ്ട്, വിളിക്ക്. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. അല്ല ചേച്ചി,
പോലീസ് സ്റ്റേഷൻ. നിങ്ങളോട് നിൽക്ക്. സാർ. ഇരിക്കണം സാറേ. ചേച്ചി, ചേച്ചി. നിൽക്ക്. നീ ഞാനോടാ സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം അറിയിച്ചത്? അതെ. എന്താ നിനക്കാകെ ഒരു പരിങ്ങല്? അല്ല സാറേ, കാണാതെ പോയ കൊച്ച് ദൈവകൃപ കൊണ്ട് തിരിച്ചെത്തിയല്ലോ. സാർ എന്തിനാ ഇനിയും എന്നെ സംശയിക്കുന്നത്? ഓഹോ, നീ പോലീസുകാരെ കളിയാക്കാറായടാ. അയ്യോ, പോലീസുകാരെ ഞാൻ കളിയാക്കിയെന്നോ? എന്റെ പൊന്നു സാറേ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ അല്ലടാ ഇപ്പൊ ദൈവകൃപ കൊണ്ട് കൊച്ചു തിരിച്ചെത്തിന്ന് പറഞ്ഞത്. അയ്യോ സാറേ, അത് അതിന്റെ അർത്ഥം പോലീസുകാരെ കൊണ്ടൊരു ഗുണവുമില്ലെന്നല്ലടോ. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ലെന്ന് സാറേ. റാസ്കൽ, നീ അതാണ് ഉദ്ദേശിച്ചത്. അത് തന്നെയാ ഉദ്ദേശിച്ചത്. അത് മാത്രമാ ഉദ്ദേശിച്ചത്. ഞാനെന്ത് പറയാ സാറേ? അയ്യോ, സാറെന്താ വന്ന കളി നിൽക്കുന്നേ? ഇരിക്കണം. ജോണി, നോക്കി നിൽക്കാതെ പോയി ചായ എടുക്കും. കാര്യങ്ങളൊക്കെ സാർ അറിഞ്ഞു കാണുമല്ലോ. എന്റെ മോൻ തിരിച്ചു വന്നു. അതറിഞ്ഞു. പക്ഷേ എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ പോരല്ലോ. വേറെ ചില കാര്യങ്ങളും കൂടി അറിയാനുണ്ട്. അതുകൊണ്ടാ കാര്യങ്ങൾ അറിഞ്ഞ ഉടൻ തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എന്താ സാർ? എനിക്ക് വാസ്തവത്തിൽ നിങ്ങളോടല്ല സംസാരിക്കാനുള്ളത്. പിന്നെ? നിങ്ങളുടെ മകനോടാണ്. തട്ടിക്കൊണ്ടുപോയവരുടെ ഒളിത്താവളത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് തിരിച്ചെത്തിയ ആ കുട്ടിയോട്. വളരെ അവിശ്വസനീയമായ ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. വളരെ ദുരൂഹമായ ഒരു കാര്യമാണ് അവിടെ നടന്നത്. എന്തായാലും എന്താ സാർ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിയെ തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. അതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് വേണ്ട. അത് നിങ്ങൾക്ക്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. പോലീസിന് ഒരിക്കലും അങ്ങനെ കരുതി സമാധാനിക്കാനും പറ്റില്ല. ഞങ്ങൾ നിയമപാലകരാണ്. തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ കണ്ടെത്തി സുരക്ഷിതമായി തിരിച്ചെത്തിക്കുക എന്നത് മാത്രമല്ല, അതിന് പിന്നിൽ പ്രവർത്തിച്ച ക്രിമിനലുകളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നതും ഞങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ആയിക്കോട്ടെ സാർ, ആ ഉത്തരവാദിത്വത്തിന് പാതി ഏതായാലും നിങ്ങളാരും മെനക്കെടാതെ തന്നെ നടന്നല്ലോ. പോലീസുകാരുടെ സഹായം ഇല്ലാതെ തന്നെ എന്റെ മോൻ തിരിച്ചെത്തിയല്ലോ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. സമ്മതിച്ചു. പോലീസല്ല നിങ്ങളുടെ മകനെ രക്ഷപ്പെടുത്തിയത് എന്നുവെച്ച് ഇത്രയും നാളും ഈ വിഷയത്തിൽ പോലീസ് നിഷ്ക്രിയരായിരുന്നു എന്ന് നിങ്ങൾ ധരിക്കരുത്. കൊണ്ടുപിടിച്ച അന്വേഷണത്തിൽ തന്നെയായിരുന്നു ഞങ്ങൾ. നിങ്ങൾക്കറിയാമോ, വെറും മിനിറ്റുകളുടെ വ്യത്യാസത്തിലാ ഇന്നലെ രാത്രി നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കയ്യിൽ നിന്നും വഴുതിപ്പോയത്. അല്ലെങ്കിൽ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവനെ എത്തിച്ചേനെ. എന്താ, വിശ്വാസം വരുന്നില്ലല്ലേ? എന്നാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ഞങ്ങൾക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ വെച്ച് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ അന്വേഷണത്തിന് ഇറങ്ങി പുറപ്പെട്ടതാ. ഞങ്ങളുടെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയായിരുന്നു. എന്നുവെച്ചാൽ സുമനെ തട്ടിക്കൊണ്ടുപോയവരുടെ താവളം ഞങ്ങൾ കൃത്യമായി കണ്ടെത്തി. രായ്ക്ക് രാമായണം തന്നെ ഞങ്ങൾ ആ സ്ഥലം വളയുകയും ചെയ്തു. എന്നിട്ട്
ഏവന്മാരൊന്നും അനങ്ങുന്നില്ല സാർ. ഉം. എഴുന്നേക്ക്. എന്തായി? അകത്തെങ്ങും ആരുമില്ല സാർ. ഞങ്ങളെല്ലാം ഇവിടെ അരിച്ചു പെറുക്കി നോക്കി. ഉം. എഴുന്നേക്ക്. നിക്കണം നിക്കണം ഇങ്ങോട്ട് എഴുന്നേക്കണം. നിക്കണം എഴുന്നേക്ക്. കൊള്ളാലോ. ഇവന്മാർ എന്ത് സാധനോട് അടിച്ചത്? എന്താ സാർ? ഏയ് ഒന്നുമില്ല. ഇവന്മാരപ്പൊക്കെ ജീപ്പിലോട്ടിട്. യെസ് സാർ. ഛേ, ഇത്രയും കൃത്യമായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് അതെങ്ങനെ പാളിപ്പോയെന്നാ. പിന്നെ ജീവൻ പണയപ്പെടുത്തിയുള്ള സംഘടന അവിടെ നടന്നത്. ഒടുവിൽ ആൾബലം കൊണ്ട് അവർക്കായിരുന്നു മുൻതൂക്കമെങ്കിൽ പോലും ഗുണ്ടാ സംഘത്തിനെ ഞങ്ങൾ ആക്രമണത്തിലൂടെ നിലംപരിശാക്കുക തന്നെ ചെയ്തു. അപ്പോ സുമൻ അവിടെ ഇല്ലായിരുന്നോ സാറേ? അതിനോടകം സുമൻ രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു. അവൻ ഒരിക്കലും അവിടെ നിന്ന് ഒറ്റയ്ക്ക് രക്ഷപ്പെട്ട് പുറത്തു കിടക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. പിന്നെ ഒന്നുകിൽ അവൻ ആരോ രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ അവിടെ നിന്ന് മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകും വഴി അവൻ രക്ഷപ്പെട്ടോടി. രണ്ടായാലും അവിടെ നടന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. കുട്ടിയെ തിരിച്ചു കിട്ടിയെങ്കിലും അതറിയാതെ ഞങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ അവസാനിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സുമൻ എനിക്കൊന്ന് കാണണമെന്നും സംസാരിക്കണമെന്നും ഞാൻ ആവശ്യപ്പെട്ടത്. അല്ല സാർ, അത് നിങ്ങൾ ആ കുട്ടിയെ വിളിക്കണം. അത് അവൻ മുറിയിൽ കിടക്കുക സാർ. ഓക്കെ, നോ പ്രോബ്ലം. വിത്ത് യുവർ പെർമിഷൻ ഞാൻ അങ്ങോട്ട് വെക്കോളാം. അതല്ല സാറേ, ആ പാവം ആകെ വല്ലാത്തൊരവസ്ഥയിലാ. ഇപ്പൊ അതിനോടൊന്നും ചോദിക്കാതിരിക്കുന്നതാ നല്ലതെന്നാ. നല്ലതെന്നാ? ആരുടെ അഭിപ്രായം? നിന്റെ? അയ്യോ അല്ല സാറേ, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. സാർ, ഒന്നും തോന്നരുത്. ജോണി നേരാ പറഞ്ഞത്. പാതി ഉയരോടെയാ എന്റെ മോൻ തിരിച്ചെത്തിയത്. എന്താ സംഭവിച്ചതെന്നും എവിടെയായിരുന്നു എന്നും എങ്ങനെ രക്ഷപ്പെട്ടു എന്നൊക്കെ ഞങ്ങൾ ഒത്തിരി ചോദിച്ചത് അവനോട്. എന്നിട്ട് ഒന്നും പറയാനോ വിശദീകരിക്കാനുള്ള ശക്തി പോലും ഇല്ലായിരുന്നു അവന്. അത്രയ്ക്ക് അവശതയില്ല എന്റെ മോൻ. അവൻ ദിവസങ്ങളോളം പട്ടിണിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. എങ്ങനെ അവന്റെ ആരോഗ്യം വീണ്ടെടുത്ത് അവനെ പഴയ സോമനാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഞങ്ങള്. അതിനു മുമ്പ് ഒന്നും ചോദിച്ചും പറഞ്ഞ് ആരും അവനെ ബുദ്ധിമുട്ടിക്കരുതെന്നൊരു അപേക്ഷയുണ്ട് എനിക്ക്. ശരി, ആയിക്കോട്ടെ. അവൻ എന്ന് സംസാരിക്കാറായാലും ഉടൻ എന്നെ അറിയിക്കണം. അറിയിക്കാം സാർ. കാര്യം വളരെ ഗൗരവമേറിയതാണ്. ഉം. നിങ്ങളുടെ മകനെ ഇപ്പൊ നിങ്ങൾക്ക് തിരിച്ചു കിട്ടി. പക്ഷേ കാണാതായ മക്കളെയും കാത്തിരിക്കുന്ന അമ്മമാർ വേറെയുമുണ്ട്. ഗുണ്ടകളുടെ ഒളിത്താവളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന കുട്ടി എന്ന നിലയ്ക്ക് നിങ്ങളുടെ മകന് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ചിലപ്പോ ഇനിയുള്ള അന്വേഷണത്തിന്റെ വഴിയിൽ ഞങ്ങൾക്കേറെ സഹായകമായേക്കാം. എനിക്ക് മനസ്സിലായി സാർ. സുമൻ ഒന്ന് നോർമലായാൽ ഉടനെ ഞാൻ സാറിനെ അറിയിക്കാം. കാര്യം വളരെ ഗൗരവമേറിയതാണ്. ഉം. നിങ്ങളുടെ മകനെ ഇപ്പൊ നിങ്ങൾക്ക് തിരിച്ചു കിട്ടി. പക്ഷേ കാണാതായ മക്കളെയും കാത്തിരിക്കുന്ന അമ്മമാർ വേറെയുമുണ്ട്. ഗുണ്ടകളുടെ ഒളിത്താവളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന കുട്ടി എന്ന നിലയ്ക്ക് നിങ്ങളുടെ മകന് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ചിലപ്പോ ഇനിയുള്ള അന്വേഷണത്തിന്റെ വഴിയിൽ ഞങ്ങൾക്കേറെ സഹായകമായേക്കാം. എനിക്ക് മനസ്സിലായി സാർ. സുമൻ ഒന്ന് നോർമലായാൽ ഉടനെ ഞാൻ സാറിനെ അറിയിക്കാം. താനിങ്ങ് വാ. ഇങ്ങനെ പേടിക്കാതെ അങ്ങോട്ട് ചെല്ലു ജോണി. എന്താ സാർ? സുമൻ തിരിച്ചെത്തിയ വിവരം ആരാ ആദ്യം അറിഞ്ഞത്? ഞാനാ സാറേ. പത്രം എടുത്ത് അകത്തോണ്ട് വയ്ക്കാൻ മുറ്റത്തിറങ്ങിയപ്പോഴാണ് ഞാൻ കണ്ടത്. നിന്നെ സംശയത്തിന്റെ നിഴലിൽ നിന്ന് ഒഴിവാക്കാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ലല്ലോടാ. അയ്യോ, അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? ഫസ്റ്റ് ഇൻഫോമർ ഈസ് എ ഫസ്റ്റ് സസ്പെക്ട് എന്ന് വെച്ചാ ഒരു ക്രൈമിനെ കുറിച്ച് ആദ്യം വിവരം നൽകുന്ന ആളാണ് ആ കുറ്റകൃത്യത്തിൽ ആദ്യം സംശയിക്കപ്പെടേണ്ടവൻ. അതാണ് ഞങ്ങൾ പോലീസുകാരുടെ അലിഖിത നിയമം. സാറേ, അതിന് ഞാനൊന്നും. നീ തന്നെയാണല്ലോ സുമൻ തിരിച്ചെത്തിയ കാര്യം ആദ്യം കണ്ടത്. അയ്യോ, അത് ഞാൻ പത്രം എടുക്കാൻ മുറ്റത്തിറങ്ങിയപ്പോ കണ്ടുപോയത് അത്ര വലിയ തെറ്റാണോ സാറേ? നീ കണ്ടുപോയതാണോ അതോ നീ അവനെ അവിടെ കൊണ്ടുവന്ന് ഇട്ടതാണോന്ന് ആർക്കറിയാം. അതുകൊണ്ട് അന്വേഷണം അവസാനിക്കുന്നത് വരെ എപ്പോ വിളിച്ചാലും നീ സ്റ്റേഷനിൽ എത്തിക്കണം. അതിലൊരു മാറ്റവുമില്ല. മനസ്സിലാണോ?
അനു സുമ വന്നു. സുമൻ തിരിച്ചു വന്നു. ആണോ? വന്നടാ, വന്നു. സുമ വന്നു. നേരായിട്ട്? അതെ. നീ കണ്ടോ? എടാ പൊട്ട, കണ്ടാൽ മാത്രമേ സത്യാവത്തുള്ളൂ. എടാ ഈ കാര്യം ഇനി അറിയാൻ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ബാക്കിയുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ വാ, നമുക്ക് അവന്റെ വീട്ടിൽ പോവാം. ആ അത് കൊള്ളാം, അങ്ങോട്ട് ചെന്നാ മതി. ഇപ്പൊ കേറ്റു. അതെ, കഴിഞ്ഞ തവണ അവനെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിഞ്ഞോന്ന് ചോദിക്കേ. നമ്മൾ ആന്റിയെ കാണാൻ പോയത് നിനക്ക് ഓർമ്മയില്ലേ? അയ്യോ അമ്മൂമ്മ. ആ അതാ പറഞ്ഞത്. കഴിഞ്ഞ തവണ അവര് നമ്മളെ ഇറക്കി വിടുന്ന പോലെ പറഞ്ഞയച്ചത്. അത് ശരിയാ, അതൊന്നും ഞാൻ ഓർത്തില്ല.